ഹായ് എവരിവൺ, ഇത് നമ്മൾ പറയാൻ പോകുന്നത് മെൻസ്ട്രുവൽ ടൈമിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. ഇതാണ് സെൻസികെയർ മെൻസ്ട്രുവൽ കപ്പ്. സോ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, അതുപോലെ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്കിത് എങ്ങനെ വാഷ് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. നമ്മൾ ഈ പാഡ്സ്, ടാംപോൺസിനൊക്കെ പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മെൻസ്ട്രുവൽ കപ്പ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി, റാഷ് ഫ്രീ പ്രൊഡക്റ്റ് ആണ്. നമുക്കിതൊരു 5 years വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് 100% മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ മെൻസ്ട്രുവൽ കപ്പിന്റെ പാർട്സിനെ പറ്റിയിട്ടാണ്. ഇത് മെൻസ്ട്രുവൽ കപ്പിന്റെ റിം, ഇത് മെൻസ്ട്രുവൽ കപ്പിന്റെ ബോഡിയാണ്, ഇത് സ്റ്റെം. അതുപോലെ തന്നെ നമുക്ക് 4 ഹോൾസ് കാണാൻ പറ്റും. ഇനി നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് ഫോൾഡിംഗ് മെത്തേഡ്സ് നോക്കാം. ഒരു 4 to 5 ഫോൾഡിംഗ് മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോൾഡിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചത്. സോ നമ്മൾ കപ്പ് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ നിന്നാൽ ഇതാണ് സി ഫോൾഡ്. സി നമ്മളെ ആൽഫബറ്റിക്കിന്റെ സി പോലെ ഇരിക്കും. അടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ കപ്പിന്റെ ഒരു സൈഡ് വെച്ച് പഞ്ച് ചെയ്യുക അടിയിലേക്ക്. ഇതാണ് പഞ്ച് ഡൗൺ മെത്തേഡ്. അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ കപ്പ് നേരെ ഇങ്ങനെ മടക്കും. ഇതാണ് ട്രയാങ്കിൾ മെത്തേഡ്. ഇനി നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നന്നായി കൈ സോപ്പിട്ട് വാഷ് ചെയ്യും. നമ്മൾ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് പീരീഡ്സിന് തൊട്ട് മുമ്പ്, അതുപോലെ തന്നെ നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് അവസാനമായിട്ട് നമ്മളൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കപ്പ് എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 2-3 മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോ നമുക്ക് സ്റ്റെറിലൈസറോ അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസർ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ല നമ്മുടെ അവൈലബിൾ അല്ല എങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്യുക. നന്നായി ബോയിൽ ചെയ്തിട്ട് ഈ കപ്പ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് വെള്ളത്തിൽ നിൽക്കണം. അതുപോലെ ബോയിൽ ചെയ്യുക. ഒരു 2 to 3 minutes വരെയെങ്കിലും നമ്മളത് ചൂടുവെള്ളത്തിൽ ഇടണം. ഇല്ല അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ യൂട്ടൻസിൽസ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് വേറെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഇതാണ് സെൻസികെയറിന്റെ നോർമൽ സ്റ്റെറിലൈസർ. നമുക്ക് ഇതുപോലെ തന്നെ ഒരു 3 സ്റ്റെറിലൈസർ അവൈലബിൾ ആണ്. ഇത് നോർമൽ സ്റ്റെറിലൈസർ, അതുപോലെ തന്നെ സ്റ്റെറിലൈസർ ആൻഡ് കേസ്, പിന്നെ സ്റ്റീം സ്റ്റെറിലൈസർ. നമുക്കിത് എങ്ങനെയാണ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. ഇത് സെൻസികെയർ സ്റ്റെറിലൈസർ ആൻഡ് കേസ് ആണ്. ഇതിൽ നമുക്കൊരു 3/4 വാട്ടർ pour ചെയ്യുക. ബോയിൽഡ് വാട്ടർ ആണ് pour ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എന്നിട്ട് നമ്മൾ മെൻസ്ട്രുവൽ കപ്പ് പ്ലേസ് ചെയ്ത് കവർ ചെയ്ത് വെക്കാം. ഒരു 2 to 3 minutes അല്ലെങ്കിൽ 2 to 5 minutes കഴിയുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതേപോലെ തന്നെ വാട്ടർ കളഞ്ഞിട്ട് നമുക്കത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് സെൻസികെയർ സ്റ്റീം സ്റ്റെറിലൈസർ. ഇത് നമുക്ക് മിഡിൽ ഒരു ഹോള് വേണം. അതിലൊരു 5 ml വാട്ടർ ഒഴിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മെൻസ്ട്രുവൽ കപ്പ് അപ്സൈഡ് ഡൗൺ ആയിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കവർ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യാം. നമുക്കതൊരു 2-3 minutes ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓഫ് ആവും. അത് കഴിഞ്ഞ് നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാം. നമ്മൾ എങ്ങനെ കപ്പ് ഇൻസേർട്ട് ചെയ്യാന്ന് കാണിക്കാം. സോ നമ്മളിപ്പോ ഇവിടെ സി എടുത്തിട്ടുണ്ട്, സി ഫോൾഡ് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വെജൈന എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. നേരെ അത് വെജൈനയുടെ ഉള്ളിൽ ഓപ്പൺ ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ വലിച്ചാൽ കിട്ടില്ല. ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെൻസ്ട്രുവൽ കപ്പ് ഓപ്പൺ ആയില്ലേ എന്ന് എങ്ങനെയാ നോക്കാന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഫിംഗർ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഓപ്പൺ ആണോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത് 3 സൈസിലാണ് അവൈലബിൾ. സ്മോൾ, ഇതാണ് സ്മോൾ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് മീഡിയം, ഇതാണ് ലാർജ്. നമുക്ക് മീഡിയം ലാർജും കൂടി കമ്പയർ ചെയ്ത് നമുക്ക് അതിന്റെ സൈസ് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ സ്മോൾ കപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത് ബിലോ 18 years ആയിട്ടുള്ളവർക്കാണ്. മീഡിയം കപ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എബവ് 18 years, അതുപോലെ തന്നെ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക്, C-section കഴിഞ്ഞിട്ടുള്ള വുമൻസിന് വേണ്ടിയിട്ടാണ്. ലാർജ് കപ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എബവ് 13 years, അതുപോലെ തന്നെ ഒരു 2 to 3 വെജനൽ ബർത്ത് കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെ കപ്പ് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കപ്പ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ നന്നായി സോപ്പിട്ട് കൈ വാഷ് ചെയ്യണം. സോ നമ്മൾക്ക് റിമൂവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വിരലെടുത്ത് നേരെ ചെറുതായിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് സ്റ്റെമ്മിന്റെ അവിടെ ഒന്ന് ടച്ച് ചെയ്യാൻ കിട്ടും. ആ ടൈമിൽ നമ്മൾ ഒരിക്കലും സ്റ്റെമ്മ് പിടിച്ച് വലിക്കരുത്. വലിക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇതാക്കി ഒന്ന് പഞ്ച് ചെയ്ത് ഒന്ന് റൗണ്ട് ചെയ്യും. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് സിമ്പിൾ ആയിട്ട്
കപ്പ് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. ഇനി നമുക്കിത് എങ്ങനെ വാഷ് ചെയ്യാന്നുള്ളതാണ്. സോ നമ്മളത് റിമൂവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബ്ലഡ് ഉണ്ടാവും. സോ നമ്മൾ ആ ബ്ലഡ് നേരെ ക്ലോസറ്റിലോ അല്ലെങ്കിൽ വാഷ് ബേസിനിലോ നമ്മൾ കളയാം. അത് ജസ്റ്റ് നമ്മൾ വാട്ടറിൽ, അതായത് ഇപ്പൊ ടാപ്പ് വാട്ടറിലൊക്കെ ആയിട്ട് വാഷ് ചെയ്താൽ മതി. ഇതാണ് സെൻസിക്കയുടെ കപ്പ് വാഷ്. സോ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിലും അതേപോലെ തന്നെ റിമൂവ് ചെയ്യുന്ന ടൈമിലും ഒരു 2 to 3 ഡ്രോപ്സ് യൂസ് ചെയ്ത് വാഷ് ചെയ്യും. നമുക്ക് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഒരു 6 to 8 hours വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മെൻസ്ട്രൽ കപ്പ് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു സിലിക്കൺ അലർജി ഉള്ളവർ, അതുപോലെ വെജനൽ ബർത്ത് ചെയ്തിട്ടുള്ളവർ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ നമുക്ക് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ക്യൂട്ട് പൗച്ച് സെൻസിക്കെയറിന്റെ സിലിണ്ടറിൽ കിട്ടും. സോ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ, അതുപോലെ തന്നെ നമുക്ക് കപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗച്ചിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ് സെൻസിക്കെയറിന്റെ സിലിണ്ടർ. സോ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. സെൻസിക്കെയറിന്റെ പ്രൊഡക്ട്സ് സെൻസിക്കെയർ വെബ്സൈറ്റിൽ, അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.